അതിനൂതന സംവിധാന മികവുള്ള മലപ്പുറത്തെ ഏക പ്രൊഫഷണൽ ഹൈസ്കൂൾ കോച്ചിംഗ് സെന്റർ ഫേസ് ഫ്രെയിം ആൻഡ് ഇന്നോവേറ്റീവ് എഡ്യൂ സെന്റർ, പെരിന്തൽമണ്ണ റോഡ്, മലപ്പുറം. ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏകദേശം ചില ഭാഗങ്ങളാണ് ചർച്ച ചെയ്തത്. ഇന്ന് ആ പാഠഭാഗത്തിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ ചില പാരഗ്രാഫുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. നമുക്കറിയാം, ഹിന്ദിയിലെ ആദ്യ പാഠഭാഗമായ ബീർബഹൂട്ടിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ബീർബഹൂട്ടിയിൽ രണ്ട് കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു, ബേല, സാഹിൽ. ഇനി അതിൽ തന്നെ ആ പാരഗ്രാഫിലൂടെ അല്ലെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പാരഗ്രാഫിലൂടെ നമ്മൾ പരിചയപ്പെട്ടു ബേലയും സാഹിലുമല്ലാതെ ദുക്കാൻദാർ ബി ഏക് കഥാപാത്ര ഹെ. ഇനി ഇന്നെടുക്കുന്ന പാഠഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു കഥാപാത്രമാണ്, ഗണിത് കെ മാത്സ്. നമുക്കറിയാം, ഓരോ പാഠഭാഗത്തിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ പാഠഭാഗത്തിൻ്റെ കണ്ടന്റ് തന്നെയാണ്. ഇന്ന് അതിനുശേഷം ഇനി വരാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ, ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന പാഠഭാഗത്തിൻ്റെ ആശയം ആദ്യം മലയാളത്തിലൊന്ന് പറയാം. മാത്സിൻ്റെ സുരേന്ദ്രജിയെ എല്ലാ കുട്ടികൾക്കും ഭയമായിരുന്നു. അതിനാൽ തന്നെ സുരേന്ദ്രജിയുടെ പീരീഡ് എപ്പോഴാണോ ആ പീരീഡ് വരുന്നത് ഇൻ്റർവെല്ലിന് ശേഷമാണെങ്കിലും എപ്പോഴാണെങ്കിലും എല്ലാ കുട്ടികളും ഇൻ്റർവെല്ല് തീരുന്നതിനും 2 മിനിറ്റ് മുമ്പ് അവരവരുടെ ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ അവരവരുടെ സീറ്റുകളിൽ പോയി ഹാജരാകുമായിരുന്നു, പോയി ഇരിക്കുമായിരുന്നു. സുരേന്ദ്രജി മാത്സ് സാബ് ഇന്ന് എല്ലാ കുട്ടികളുടെയും നോട്ട് അന്വേഷിക്കുമായിരുന്നു. സുരേന്ദ്രജിയെ എല്ലാവരും ഭയപ്പെടുന്നത് കാരണം കുട്ടികളെല്ലാം അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഭയന്ന് വിറക്കുമായിരുന്നു. ഇന്ന് ബേലയുടെ നോട്ട് അദ്ദേഹം, ബേല ചെയ്ത ഹോംവർക്കിൻ്റെ പാഠഭാഗങ്ങൾ അദ്ദേഹം പരിശോധിച്ചു. പക്ഷേ അദ്ദേഹം ആദ്യം തന്നെ ബേലയുടെ മുടിയിൽ പിടിച്ചു. എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ആ ബേലയോട് വളരെ മോശമായി പെരുമാറാൻ വേണ്ടിയിട്ട് ബേലയുടെ മുടിയിൽ പിടിച്ചു. പക്ഷെ ഒരു മിസ്റ്റേക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബേലയാകമാനം പേടിച്ചുപോയി. ആ പേടിയുടെ കാരണം തൻ്റെ പ്രിയ സുഹൃത്തായ സാഹിലിൻ്റെ അരികിൽ പോയിരുന്നപ്പോൾ പോലും അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ ബേല ആകമാനം പേടിച്ചു പോയി. കാരണം അന്ന് അത്രമാത്രം അവൾ ഏറ്റവും നല്ല കുട്ടിയായിരുന്നു. എന്നിട്ടും അധ്യാപകൻ്റെ പെരുമാറ്റം കാരണം ബേല ആകമാനം പേടിച്ചു പോയി. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പാഠഭാഗത്തിൻ്റെ ആകെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. നമുക്കിനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്കി വെച്ച പാഠഭാഗത്തിലേക്കൊന്ന് പ്രവേശിക്കാം. ഞാൻ ആദ്യം പാഠഭാഗം ഒന്ന് വായിക്കാം. നിങ്ങൾ അതിനുശേഷം നമുക്ക് ആ പാഠഭാഗത്തിൻ്റെ ആൻസറുകളിലേക്ക് പോവാം. ഞാൻ ആദ്യം വായിക്കാം. ഗണിത് കെ മാത്സ് സാബ് സുരേന്ദ്ര ജി का पीरियड घेलगंडी के बाद आता था. बच्चे उनसे कांपते थे और घेलगंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. ആ പാരഗ്രാഫിൻ്റെ ആശയം ഒന്ന് പറയാം. ഗണിത് കെ മാത്സ് സാബ്, ഞാൻ പറഞ്ഞു ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള ഏറ്റവും പുതിയ കഥാപാത്രമാണ് ഗണിതിൻ്റെ മാത്സ് സാബ് എന്ന് പറയുന്നത്. ഗണിത് കെ മാത്സ് സാബ് സുരേന്ദ്രജി കെ പീരിയഡ്, ഗണിതിൻ്റെ മാത്സ് സാബായ സുരേന്ദ്രജിയുടെ പീരിയഡ് ഘേൽഗണ്ടി കെ ബാദ് ആത്താത, ഇന്റർവെല്ലിന് ശേഷം വരുമായിരുന്നു. ഒരിക്കൽ കൂടി നോക്കാം. ഘേൽഗണ്ടി കെ സുരേന്ദ്രജി കാ പീരിയഡ്. മാത്സിന്റെ സാറിന്റെ പേരാണ് സുരേന്ദ്രജി എന്ന് പറയുന്നത്. ഗണിത് എന്ന് പറഞ്ഞാൽ മാത്സ്. ഗണിത് കെ സുരേന്ദ്രജി കാ പീരിയഡ്, ഗണിതിന്റെ സാറായ സുരേന്ദ്ര സാറിന്റെ പീരിയഡ് ഘേൽഗണ്ടി കെ ബാദ് ആത്താത, ഇന്റർവെല്ലിന് ശേഷം വരുമായിരുന്നു. ഘേൽഗണ്ടി ഇന്റർവെല്ല്. ബച്ചേ ഉൻസെ കാമ്പത്തെ തെ, കുട്ടികൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഭയപ്പെടുമായിരുന്നു. കാമ്പിന ഭയപ്പെടുക, വിറക്കുക. ഉൻസെ അദ്ദേഹത്തെ, കുട്ടികൾ അദ്ദേഹത്തെ കണ്ടാൽ ഭയപ്പെടുമായിരുന്നു. ബച്ചേ ഉൻസെ കാമ്പത്തെ തെ, കുട്ടികൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഭയപ്പെടുമായിരുന്നു. ഓർ ഘേൽഗണ്ടി ബന്ദ് ഹോനെ സെ, അതിനാൽ തന്നെ ഇന്റർവെൽ അവസാനിക്കുന്നതിനും 2 മിനിറ്റ് മുമ്പ് തന്നെ പഹ്ലഹി, ആദ്യം തന്നെ ബച്ചേ അപ്നി അപ്നി ജഗഹോം പർ, കുട്ടികൾ അവരവരുടെ സ്ഥലങ്ങളിൽ വന്നിട്ട്
ബൈട്ട് ജാത്തേത് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞു ഇനി വരാനുള്ളത് സുരേന്ദ്രജി മാസാബിൻ്റെ പീരീഡാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തെ കുട്ടികൾ ഭയപ്പെടുന്നത് കാരണം ഇൻ്റർവെല്ല് തീരുന്നതിനും 2 മിനിറ്റ് മുമ്പേ തന്നെ കുട്ടികളെല്ലാവരും അവരവരുടെ സീറ്റുകളിൽ വന്നിരിക്കുമായിരുന്നു. നമുക്ക് ബാക്കി ഭാഗം ഒന്ന് നോക്കാം. സുരേന്ദ്രജി മാസാബ് ഇസി പീരീഡ് കോപ്പി झांझते थे, जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या झापड़ मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. ആ പാരഗ്രാഫിലേക്ക് ഒന്ന് നോക്കാം. സുരേന്ദ്രജി മാസാബ് ഇസി പീരിയഡ് മേ, ഈ പീരിയഡിൽ കോപ്പി ജാന്തത്, കോപ്പി അന്വേഷിക്കുമായിരുന്നു. നോട്ട് പുസ്തകം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. നോട്ട് പുസ്തകം ജാഞ്ചന, എൻക്വയറി, തലാഷ് കർണ അന്വേഷിക്കുമായിരുന്നു. ജരാസി ഗലത്തി ഹോനെ പർ, ചെറിയ മിസ്റ്റേക്കുകൾ വരുമ്പോൾ പോലും, ഗലത്തി മിസ്റ്റേക്ക്, ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ബച്ചോംകോ, കുട്ടികളെ, ഇധർ ഉദർ ഫേങ്ക് ദേത്തേ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുമായിരുന്നു. ഇധർ ഉദർ വഹാം തഹാം, അവിടെയും ഇവിടേക്കും ഫേങ്കിന വലിച്ചെറിയുമായിരുന്നു. യാ ചാപ്പട് മാറിനേലക്തത്, അല്ലെങ്കിൽ ശക്തമായി പ്രഹരിക്കുമായിരുന്നു. അപ്പോൾ സുരേന്ദ്രജി മാസാബ് ഈ പീരീഡിൽ ബേലയുടെയും സാഹിലിൻ്റെയും ക്ലാസ്സിലേക്ക് കയറി വന്നു. നോട്ട് പുസ്തകം, ഹോംവർക്ക്, ഗൃഹപാഠം അന്വേഷിക്കാൻ തുടങ്ങി. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുമായിരുന്നു, മുടിപിടിച്ച് വലിച്ചെറിയുമായിരുന്നു, അല്ലെങ്കിൽ ഉപദ്രവിക്കുമായിരുന്നു. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താത്തോ, അദ്ദേഹത്തിൻ്റെ കൈ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ രുഖിന ഭൂൽ ചാത്തതാ, നിർത്താൻ മറക്കുമായിരുന്നു. സുരേന്ദ്രജി കുട്ടികളെ ഉപദ്രവിക്കാൻ ആരംഭിച്ചാൽ, അല്ലെങ്കിൽ ഹാത്ത് ചലന ശുരു ഹോത്താത്തോ, കൈകൾ പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ നിർത്താൻ മറക്കുമായിരുന്നു. അപ്പോൾ ആ പാരഗ്രാഫിൽ സുരേന്ദ്രജി മാസാബിൻ്റെ बुरी व्यवहार के बारे में, बच्चों के साथ, बच्चों से बुरे व्यवहार करने वाला एक जी है, अध्यापक है सुरेंद्र जी. उसके बुरे व्यवहार के बारे में इस गंडिका में, इस पैराग्राफ में हमने चर्चा किया. अगले पैराग्राफ में അപ്പോൾ എല്ലാ സമയത്തും സുരേന്ദ്രജി മാസാബ് സാധാരണയായിട്ട് ക്ലാസ്സിലേക്ക് കയറി വരും, കുട്ടികളുടെ നോട്ട് അന്വേഷിക്കും. ആ നോട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുമായിരുന്നു, അതുമല്ലെങ്കിൽ നന്നായി ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമുക്ക് അടുത്ത പാരഗ്രാഫിലൂടെ നോക്കാം. ഏക് ദിൻ സുരേന്ദ്രജി മാസാബിനെ बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती दी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल पूरी तरह डर गया था. उसने देखा कि बेला के पांव अभी भी कांप रहे हैं, जैसे वो घड़े घड़े अभी गिर जाएगी. सुरेंद्र जी मैसाब ने कॉपी को उसके बैठने की जगह फेंकते हुए कहा, बैठ अपनी जगह पर. അപ്പോൾ നേരത്തെ പറഞ്ഞു സുരേന്ദ്രജി മാസാബ് കുട്ടികളോട് വളരെ മോശമായി പെരുമാറുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ക്ലാസ് റൂമിലേക്ക് വന്നിട്ട് ഏക് ദിൻ, ഒരു ദിവസം സുരേന്ദ്രജി മാസാബ് ബേലാക്കെ ബാലമേ പഞ്ചാബ് ഹംസായ, ബേലയുടെ ബാൽ, ഹെയർ, മുടിയിൽ പഞ്ചാബ് ഹംസായ, പഞ്ചാ കൈപ്പത്തി, ബേലയുടെ മുടിയിൽ വന്നിട്ട് കൈപ്പത്തി ഇങ്ങോട്ട് കുടുക്കി എന്ന് പറഞ്ഞാൽ മുടിയിൽ പിടിച്ചു. പർ ഷായത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു പക്ഷേ ജിസ് ഗലത്തി കോ പാക്കർ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കണ്ടാൽ വേ ഉസ്കെ ബാൽ പക്കടക്കർ ഫേങ്കിനെ വാലേ, അദ്ദേഹം അവളുടെ മുടി പിടിച്ച് വലിച്ചെറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ വഹ് ഗലത്തി ദിഹിനഹീം, ബേല എല്ലാ ഗൃഹപാഠവും ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവളുടെ കയ്യിൽ ഇന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല. സുരേന്ദ്രജി മാസാബ് നേരെ വന്ന് ബേലയുടെ മുടിയിൽ പിടിച്ചു. എന്ത് ചെയ്തിട്ടില്ല? ഈ കുട്ടികൾ ചെയ്തത് ശരിയാണോ തെറ്റാണെന്ന് പോലും അദ്ദേഹം നോക്കാതെ നേരെ വന്ന് മുടിയിൽ പിടിച്ചു. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വലിച്ചെറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ബേല വളരെ നല്ല കുട്ടിയായിരുന്നു. ഓ ഗലത്തി ദിഹിനഹീം, അവളുടെ കയ്യിൽ ഒരു മിസ്റ്റേക്കും ഉണ്ടായിരുന്നില്ല. ഉനോംനെ ബേല കോ ചോട് ദിയ, ഉനോംനെ, അദ്ദേഹം, മാസാബ് സുരേന്ദ്രജീനെ
ബേലാക്കെ ചോട് ദിയ, അതിനാൽ തന്നെ ബേലയെ ഉപേക്ഷിച്ചു. മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്തതിനാൽ ബേലയെ ഒഴിവാക്കി. ബേലാക്കെ ഭയഭീത് ചെഹരേക്കോ, ഇനി പറയുന്നു അധ്യാപകന്റെ മോശമായ പെരുമാറ്റം കാരണം ആ കുട്ടിയുടെ മനസ്സിലുണ്ടായ പ്രശ്നങ്ങൾ പറയുന്നു. ബേലാക്കെ ഭയഭീത് ചെഹരേക്കോ ദേക്കർ, ബേലയുടെ ഭയം നിറഞ്ഞ മുഖം കണ്ടിട്ട്, ചെഹരെ ഫേസ് മുഖം, ദേക്കർ കണ്ടിട്ട്, സാഹിൽ ബുരി തരഹ ഡർ ഗയാ, സാഹിൽ വളരെ മോശമായി പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ബേലയും സാഹിലും എല്ലാ സമയത്തും ഒരുമിച്ച് നടക്കുന്ന കുട്ടികളാണ്. ആ സമയത്ത് തൊട്ടടുത്ത് ഇരിക്കുന്ന ബേലയോട് സുരേന്ദ്രജി മേസാബ് ഈ രീതിയിൽ പെരുമാറുന്നത് കണ്ടപ്പോൾ അരികിലിരിക്കുന്ന സാഹില് പോലും എന്ത് ചെയ്തു, ബേലയുടെ പേടി നിറഞ്ഞ മുഖം കണ്ടപ്പോൾ സാഹില് പോലും വളരെ മോശമായ രീതിയിൽ ഡർ ഗയാത, പേടിച്ചു പോയിരുന്നു. ഉസ്നെ ദേഖാക്കി, അവൻ കണ്ടു, ബേലാക്കെ പാവ് അഭി ഭി കാമ്പ് രഹേ ഹേ, ബേലയുടെ കാലുകള് ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ബേലയെ ശ്രദ്ധിച്ചപ്പോൾ സാഹിലിന് തോന്നി ബേലയുടെ പാവ് കാലുകള് ഹബീബി ഇപ്പോഴും കാമ്പ് രഹേ ഹേ, വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ജയ്സേ വോ ഗഡേ ഗഡേ അബിർ ഗിർ ജായേഗി, ഏതുപോലെയാണ് സാഹിലിന് തോന്നിയത്? ഓ ഗഡേ ഗഡേ, അവളാ നിൽക്കുന്ന നിൽപ്പില് അബി ഗിർ ജായേഗി, ഇപ്പോൾ വീണു പോകുമോ എന്ന് പോലും ആർക്ക് തോന്നി? സാഹിലിന് തോന്നിപ്പോയി. സുരേന്ദ്രജി മേസാബിനെ കോപ്പിക്കോ, അങ്ങനെ സുരേന്ദ്രജി മേസാബ് ബേലയുടെ കയ്യിൽ ഒരു മിസ്റ്റേക്കും കാണാത്തതിന്റെ പേരിൽ കോപ്പി കൗസ്കെ ബൈറ്റ്നേക്ക് ജഗഹ് ഫർ ഫേങ്ക, ആ നോട്ട് പുസ്തകം എടുത്തിട്ട് അവളിരിക്കുന്ന സ്ഥലത്തേക്ക്, ജഗഹ് പ്ലേസ്, ആ സ്ഥലത്തേക്ക് ഫേങ്ക വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു ബൈറ്റ് അപ്പിനി ജഗഹ് ഫർ, ഇപ്പോൾ ഇരിക്കടി നിന്റെ സീറ്റില്. തൻ്റെ കയ്യിൽ ഒരു മിസ്റ്റേക്കും ഇല്ലാത്തതിനാൽ സുരേന്ദ്രജി മേസാബ് ആ ബേലയെ ഒഴിവാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ബേലയോട് പറഞ്ഞു ബൈറ്റ് ജാപ്പിനി ജഗഹ് പർ, പോയിരിക്കടി നിന്റെ സീറ്റിൽ. അപ്പോൾ ഇനി തൊട്ടടുത്ത പാരഗ്രാഫിലേക്ക് നോക്കാം. ബേല കാ മൻ ബഹുത് ഖറാബ് ഹോ ഗയ, മേസാബ് ചാഹെ മുझे पीट लेते मगर साहिल के सामने नहीं, वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वो जानती थी कि वो साहिल की नज़र में बहुत अच्छी है. जब वह उसके पास आकर बैठी उससे नज़र नहीं मिला पाई. പാരഗ്രാഫിൽ പറയുകയാണ്, എപ്പോഴാണോ മേസാബ് അവളെ ഉപേക്ഷിച്ചുകൊണ്ട് പോയിരിക്കാൻ പറഞ്ഞത്, അതിനുശേഷം ബേലയുടെ മനസ്സ്, ബേലാക്കമ്മൻ ബഹുത്ത് ഖറാബ് ഹോ ഗയ, ബേലയുടെ മനസ്സാകമാനം ചീത്തയായി പോയി, സങ്കടമായി പോയി. മേസാബ് ചാഹേ മുझे पीट लेते, മേസാബ് വേണമെങ്കിൽ എന്നെ ഉപദ്രവിച്ചോട്ടെ, കോയി മുഷ്കിൽ നഹിയേ, എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മഗർ സാഹിൽ കെ സാമനെ നഹി, എന്നാൽ സാഹിലിന്റെ മുമ്പിൽ വെച്ച് വേണ്ടിയിരുന്നില്ല. മേസാബ് വേണമെങ്കിൽ എന്നെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി ഒരുപാട് ചീത്ത പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ സാഹിലിന്റെ മുമ്പിൽ വെച്ച് വേണ്ടിയിരുന്നില്ല. ക്യോംകി, എന്താ കാരണം? ഓ സാഹിൽ കെ സാമനെ, അവൾക്ക് സാഹിലിന്റെ മുമ്പിൽ ഖുദ് കോ ശർമീദ മഹസൂസ് ഹോനെ ലഗി, സ്വയം അപമാനിതയായി പോകുന്നത് പോലെ തോന്നി. സാഹിലിന്റെ മുമ്പിൽ വെച്ച് ആകമാനം അപമാനിക്കപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. വഹ് സാഹിൽ കെ സാമനെ, അവൾക്ക് സാമനെ മുമ്പിൽ, സാഹിലിന്റെ മുമ്പിൽ വെച്ച് ഖുദ് കോ സെൽഫ് ശർമീദ മഹസൂസ് ഹോനെ ലഗി. ശർമീദ എന്ന് പറഞ്ഞാൽ അപമാനിക്കപ്പെടുക, ലജ്ജിതയാകി പോടുക, സങ്കടപ്പെടുക, നാണം കെടുക എന്നൊക്കെയാണ്. ഷർമീദ മെഹസൂസ് കർണയിലേക്ക് അവൾക്ക് സ്വയം ആകെ ലജ്ജ തോന്നിപ്പോയി, അല്ലെങ്കിൽ അപമാനം മെഹസൂസ് കർഹീതി അനുഭവപ്പെട്ടു. ക്യോംകി, എന്തുകൊണ്ടാണ് ഇങ്ങനെ നാണം തോന്നാൻ അല്ലെങ്കിൽ അപമാനിതയാവാൻ കാരണം എന്താണ്? ക്യോംകി വോ ജാൻതീതി, എന്തുകൊണ്ടെന്നാൽ വോ ജാൻതീതി, അവൾക്കറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? ഓ സാഹിൽ കി നസർ മേ, അവള് സാഹിലിന്റെ വ്യൂവില്, സാഹിലിന്റെ കാഴ്ചപ്പാടില് എന്തായിരുന്നു? ബഹുത് അച്ചി ഹേ, അവള് വളരെ നല്ല കുട്ടിയാണ്. ഈ എല്ലാത്തിനും ഒന്നാം നമ്പറായി കിട്ടുന്ന ക്ലാസ്സിലെ റോൾ മോഡലായ ആ പെൺകുട്ടി അധ്യാപകനാൽ അപമാനിക്കപ്പെട്ടപ്പോൾ അവള് തൻ്റെ പ്രിയ സുഹൃത്തായ സാഹിലിന്റെ മുമ്പിൽ വന്നിരിക്കാൻ പോലും അവൾക്ക് ലജ്ജ തോന്നിപ്പോയി. അവളാകമാനം അപമാനിക്കപ്പെട്ടു. അതിനാൽ തന്നെ അവൾ എന്ത് ചെയ്തില്ല? ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി, എപ്പോഴാണോ അവൾ സാഹിലിന്റെ അരികിൽ വന്ന് നിന്നത്,
എന്ത് ചെയ്തില്ല? ഉസ്സേ നസർ നഹി മിലാ പായി, അവന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. അപ്പൊ ഈ പാരഗ്രാഫിൽ പറഞ്ഞു അധ്യാപകന്റെ പെരുമാറ്റത്തെ കുറിച്ചാണ് നമ്മളിപ്പോ ഇതുവരെ ചർച്ച ചെയ്ത പാരഗ്രാഫിലൂടെ പറഞ്ഞത്. ബേലയും സാഹിലും ഇരിക്കുന്ന ക്ലാസ് റൂമിലേക്ക് സുരേന്ദ്രജി മാത്സ് സാബ് കയറി വന്നു. അദ്ദേഹം ആ നോട്ട്ബുക്ക് അന്വേഷിക്കുന്ന സമയത്തും അതിനെ തുടർന്നുണ്ടായ ബേലയുടെ അനുഭവമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഈ പാരഗ്രാഫിലൂടെ വരുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ എന്താണെന്നൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഇനി നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ പാരഗ്രാഫിൽ നിന്നും വരാവുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആൻസറുകളൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ഭാഗത്തു നിന്നും വരുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈठी ഉസ്സേ നസർ നഹി മിലാ പായി. ടെക്സ്റ്റ് ബുക്കിൽ നൽകിയ ക്വസ്റ്റ്യൻ ആണ്. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈठी, എപ്പോഴാണോ ബേല അവന്റെ അരികിൽ വന്നിരുന്നത്, ഉസ്സേ നസർ നഹി മിലാ പായി, അവനിലേക്ക് നോക്കിയത് പോലുമില്ല. ക്യോ, എന്തുകൊണ്ടാണ് അങ്ങനെ ബേല സാഹിലിന്റെ അരികിൽ വന്നിരുന്നിട്ടും അവനിലേക്ക് നോക്കാതിരുന്നത്? അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. സുരേന്ദ്രജി മുझे പീട്ടിലേത്തി തോ പർവാഹ് നഹീം താ. സുരേന്ദ്രജി എന്നെ ഉപദ്രവിച്ചിരുന്നുവെങ്കിൽ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. ലേക്കിൻ സാഹിൽ കെ സാമനെ യഹ് ഹോനെ സെ ബേല കോ ബഹുത് ശർമ ലഗ. പക്ഷെ ഇത് സാഹിലിന്റെ മുമ്പിൽ വെച്ച് ചെയ്തപ്പോൾ ബേലയ്ക്ക് വളരെയധികം അപമാനം തോന്നിപ്പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ അപമാനം തോന്നാൻ കാരണം? വോ ജാൻതീരി, അവൾക്കറിയാമായിരുന്നു, വോ സാഹിൽ കി നസർ മേ, അവൾ സാഹിലിന്റെ വ്യൂവില് ബഹുത് അച്ചി ഹേ, വളരെ നല്ലവളാണ്. ഇപ്പൊ 2 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നാൽ ഇനി ടെക്സ്റ്റ് ബുക്കിൽ വന്ന കാര്യം കൂടിയുണ്ട്. അപ്പൊ ഇത്രയും എഴുതി വെക്കുക. സുരേന്ദ്രജി മുझे पीट लेते तो परवाह नहीं था, लेकिन साहिल के सामने यह होने से बेला को बहुत शर्म लगा, क्योंकि वो जानती थी वह साहिल की नजर में बहुत अच्छी है. ഇത്രയും എഴുതി കഴിഞ്ഞാൽ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട് इसलिए वह उसके पास आकर बैठने पर उससे नजर नहीं मिला पाई. അതും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 2 മാർക്ക് പരിപൂർണമായിട്ട് കിട്ടും. ടെക്സ്റ്റ് ബുക്കിൽ ഹിന്ദിയുടെ പ്രത്യേകത ഒരിക്കൽ കൂടി ഞാൻ പറയാം. ടെക്സ്റ്റ് ബുക്കിൽ തരുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് പകുതി ആൻസർ ഉണ്ടാക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്കിതിൽ വരുന്ന 4 മാർക്കിന്റെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ പരിചയപ്പെടാം. ഒരുപാട് SSLC പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, തീർച്ചയായിട്ടും ഈ പാരഗ്രാഫിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് ബേലയോട് മാത്സ് സാബിന്റെ ബുരി വ്യവഹാരമാണ്, മോശമായ പെരുമാറ്റം തന്നെയാണ്. അപ്പോൾ ആ മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് എങ്ങനെ ചോദ്യം വരും അല്ലെങ്കിൽ എന്തായിരിക്കും ചോദ്യം വരിക എന്നൊന്ന് നോക്കാം. സുരേന്ദ്രജി കെ ബുരേ വ്യവഹാർ കെ ബാരേ മേ, സുരേന്ദ്രജി മാത്സ് സാബിന്റെ മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് ബേല സഹേലിക്ക് നാം അല്ലെങ്കിൽ സഹേലിക്ക് നാം, സഹേലിയുടെ പേരിൽ ബേലക്ക് പത്ര ലിഖേം, ബേലയുടെ ലെറ്റർ എഴുതാനാണ് ചോദിക്കുന്നത്. സുരേന്ദ്രജി മാത്സ് സാബിന്റെ മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് സഹേലിക്ക് നാം ബേലക്ക പത്ര ലിഖേം, ബേലയുടെ ലെറ്റർ എഴുതാന്. ഇനി നമുക്കതിന്റെ ആൻസർ എങ്ങനെ വരുന്നു എന്നൊന്ന് നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഒരു ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് പത്ര ലിഖേം. പത്രം എന്ന് പറഞ്ഞാൽ ലെറ്റർ എന്നാണ്. ഒരു ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതണമെങ്കിൽ അതിൻ്റെ ഒരു ഫോം ഉണ്ട്. അതിൻ്റെ രൂപം ആദ്യം ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ നൽകിയിട്ടുണ്ട്, ലെറ്ററിൻ്റെ രൂപം നൽകിയിട്ടുണ്ട്. സ്ഥാന് താരീഖ്, മുകളിൽ വലതുവശത്ത് സ്ഥാന്, സ്ഥാനം എന്ന് പറഞ്ഞാൽ പ്ലേസ്, സ്ഥലം, താരീഖ് ഡേറ്റ്. അത് എഴുതി കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് ഇടതുവശത്തായിരുന്നു പ്രിയ സഹേലി യാ പ്രിയ മിത്ര. അത് ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അതിനനുസരിച്ച് നമുക്ക് മാറ്റി എഴുതാം. പേര് നൽകിയിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭാസ്കർ കെ നാം ഏക്ക് പത്ര ലിഖേം എന്നാണെങ്കിൽ പ്രിയ ഭാസ്കർ എന്ന് എഴുതാം. മിത്ര കെ നാം പത്ര ലിഖേം എന്നാണെങ്കിൽ പ്രിയ മിത്ര എന്ന് എഴുതാം. ഇവിടെ സഹേലി കെ നാം പത്ര ലിഖേം എന്നായതിനാൽ നമ്മളിവിടെ പ്രിയ സഹേലി എന്ന് എഴുതി. ഇനി 2 or 3 പാരഗ്രാഫിൽ ഓവർ പാരഗ്രാഫുകളാക്കി എഴുതിയത് 2 പാരഗ്രാഫ് അല്ലെങ്കിൽ 3 പാരഗ്രാഫ്. നമുക്കതിലെ കണ്ടന്റ് എഴുതാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാരഗ്രാഫുകൾക്ക് കൃത്യമായ ഓർഡർ വേണം എന്നുള്ളതാണ്. ഈ പാരഗ്രാഫ് എഴുതി തുടങ്ങുന്ന ഇവിടെ നിന്നാണെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ എഴുതണം. അവസാനിക്കുന്നതിന് കുഴപ്പമില്ല എങ്ങനെയായാലും.
അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ താഴെ എഴുതുന്നു തുമാരി സഹേലി. ആരാണ് എഴുതുന്നത് എന്നാണ്. നമ്മൾ പറഞ്ഞു मैसाब के बुरे व्यवहार के बारे में बेला अपनी सहेली के नाम पत्र लिखा है. ഇവിടെ ആരാണ് എഴുതുന്നത്? ബേലയാണ് എഴുതുന്നത് അല്ലേ. അപ്പൊ തുമാരി സഹേലി, നിന്റെ കൂട്ടുകാരി. അപ്പൊ സാഹിലാണ് എഴുതുന്നതെങ്കിൽ എന്ത് ചെയ്യും? തുമാരാ മിത്ര. ഹസ്താക്ഷർ, ഹസ്താക്ഷർ എന്നുള്ളത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഹസ്താക്ഷർ നമ്മൾ സിഗ്നേച്ചർ എന്നാണ്, നമ്മൾ ഒരിക്കലും ഒപ്പിടാൻ പാടില്ല. ഹസ്താക്ഷർ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തു. നാം എന്ന് കൊടുക്കുന്നു. നാം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെഴുതിയതാണ്? ബേല എഴുതിയതിനാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ബേല എന്ന് എഴുതി, അല്ലെങ്കിൽ നാം എന്ന് എഴുതുന്നു. എന്നിട്ട് ഈ ഭാഗത്തായിട്ട് എഴുതുന്നു ആർക്കാണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് അല്ലെ, സേവാമയം ടു എന്നാണ്. സേവാമയം നാം പത്ത, ആർക്കാണോ അയക്കുന്നത് അയാളുടെ പേരും അഡ്രസ്സും ഇവിടെ എഴുതുക. ഇതാണ് ലെറ്ററിന്റെ ഒരു രൂപരേഖ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് ഒന്ന് നോക്കാം. ക്ലാസ്സിലെ മോശമായ പെരുമാറ്റത്തെക്കുറിച്ച്, മേസാബിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് ബേല തൻ്റെ സുഹൃത്തിന്, मैसाब के बुरी व्यवहार के बारे में बेला अपने मित्र अपने सहेली का नाम पत्र लिखता है, वो पत्र कल्पना करके तैयार करे. ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതിന് ആൻസർ ഒന്ന് നോക്കാം. നേരത്തെ എഴുതിയ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? മുകളിൽ സ്ഥാന് താരീഖ് എഴുതുന്നു, എന്നിട്ട് താഴെ എഴുതി പ്രിയ സഹേലി എന്ന് എഴുതി. ഇനി ലെറ്റർ ഒന്ന് നോക്കാം. ആദ്യ പാരഗ്രാഫിൽ എഴുതുന്നു തും കേസി ഹോ, നിനക്ക് എങ്ങനെയുണ്ട്? സ്കൂൾ കി പഠായി കേസി ഹെ, സ്കൂളിലെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ആജ് മേരി കക്ഷാമയം ഏക് ഘടന ഹുയി. എന്നിട്ട് ബേല ലെറ്ററിൽ എഴുതി ഇന്ന് പ്രിയ സുഹൃത്തെ എൻ്റെ ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. മേരെ മാത്സ് സാബിനെ, എൻ്റെ സാറായ സുരേന്ദ്രജി മേസാബ് സാരേ ദിനോം കെ ജയ്സെ, എല്ലാ ദിവസത്തെയും പോലെ ആജ് ബി സബ് കി കോപ്പി ജാഞ്ചനെ ലഗെ, ഇന്നും എല്ലാവരുടെയും കോപ്പി അന്വേഷിക്കാൻ തുടങ്ങി. മേരാ ഗൃഹപാഠ് ഗലത്തി സമജ്കർ, ഞാൻ ചെയ്ത ഹോംവർക്കിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നിയിട്ട് ഉനോംനെ മേരെ ബാൽ പക്കട, അദ്ദേഹം എൻ്റെ മേരാ ബാൽ പർ പക്കട, എൻ്റെ മുടിയിൽ പിടിച്ചു. ലേക്കിൻ മേരെ ഗൃഹപാഠമേ, പക്ഷേ എൻ്റെ ഗൃഹപാഠത്തിൽ ഗലത്തി നഹീം ദി, എന്തുണ്ടായിരുന്നില്ല? ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല. കുച്ച് സമയക്കെ ബാദ്, അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വേ യഹ് സമജ് ലിയേ, അദ്ദേഹത്തിന് ഇത് മനസ്സിലായി, എൻ്റെ ഗൃഹപാഠത്തിൽ ഒരു മിസ്റ്റേക്കുമില്ല എന്ന് മനസ്സിലായതിനാൽ ഓർ മുझे छोड़ दिया, അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു. मैं बहुत भयभीत थी, പക്ഷേ ഞാനാകെ പേടിച്ചു പോയിരുന്നു. മേരെ പൈർ കാം രഹേദേ, മേരെ പൈർ കാം രഹേദേ, എൻ്റെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഉനോംനെ മേരി കോപ്പി കോ മേരെ ബൈഠ്നെ കി ജഗഹ് ഫേങ്കി, അദ്ദേഹം എൻ്റെ നോട്ട് പുസ്തകം ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഫേങ്കി, വലിച്ചെറിഞ്ഞു. സുരേന്ദ്രജി മുझे പീട്ട് ലേത്തി തോ ഭി പർവാഹ് നഹീം താ, സുരേന്ദ്രജി എന്നെ ഉപദ്രവിച്ചിരുന്നുവെങ്കിൽ, എന്നെ അപമാനിച്ചിരുന്നുവെങ്കിൽ എനിക്ക് പർവാഹ് നഹീ താ, കോയി പർവാഹ് നഹീ ഹേ, എനിക്കൊരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. ലേക്കിൻ സാഹിൽ കെ സാമനെ, പക്ഷെ അത് സാഹിലിന്റെ മുമ്പിൽ യഹ് ഹോനെ കെ കാരൺ, ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് മുझे बहुत शर्म लगा, എനിക്ക് ആകെ നാണം അനുഭവപ്പെട്ടു, അപമാനം തോന്നി, ലജ്ജ തോന്നി, ഞാൻ ഇന്ന് സ്വയം അപമാനിക്കപ്പെട്ടു. മേം സാഹിൽ കെ സാമനെ, ഞാൻ അതിനാൽ തന്നെ സാഹിലിന്റെ അരികിൽ വന്നിരുന്നപ്പോ സിർ ഝുകർ ബൈഠുകയെ, തല കുനിഞ്ഞിരുന്നു. അപമാനിക്കപ്പെട്ടതിനാൽ ഞാൻ അവന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. ഇനി അടുത്ത പാരഗ്രാഫിൽ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇപ്പൊ കണ്ടന്റ് എഴുതി കഴിഞ്ഞു. തുമാരെ പിതാജി ഓർ മാതാജി കോ, എല്ലാ ലെറ്ററിലും എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് തുമാരെ പരിവാർ വാലോം കോ, അല്ലെങ്കിൽ തുമാരെ പിതാജി ഓർ മാതാജി കോ, നിന്റെ അച്ഛനും അമ്മയ്ക്കും മേര നമസ്കാർ, എൻ്റെ നമസ്കാരം. ചോട്ടേ ബായിക്കോ മേരെ പ്യാർ, ചെറിയ സഹോദരൻ എൻ്റെ സ്നേഹാന്വേഷണങ്ങള്. പരിവാർ വാലോം കോ മേര പ്രണാം. പത്രോത്തർ കി പ്രതീക്ഷാമയം, അങ്ങനെയും അവസാനിപ്പിക്കാം. ലെറ്ററിനുള്ള മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് തുമാരി ജവാബ് കി പ്രതീക്ഷാമയം, നിന്റെ ജവാബ് ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തുമാരി സഹേലി, നിന്റെ പ്രിയ കൂട്ടുകാരി. ഹസ്താക്ഷർ ബേല. അത്രയും എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നോക്കാം. സേവാമയം ആർക്കാണ് എഴുതുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നാം എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? അഡ്രസ്സ് എഴുതുന്നു. പത്ത എന്നുള്ള സ്ഥലത്ത് അവരുടെ പേരും അഡ്രസ്സും എഴുതി കഴിയുന്നു. നാം പത്ത നെയ്മ് ആൻഡ് അഡ്രസ്സ്.
ഇത്രയുമാണ് ഈ പാരഗ്രാഫിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ വളരെ കുറഞ്ഞ പാരഗ്രാഫുകളെ എടുത്തിട്ടുള്ളൂ. ഈ പറഞ്ഞ പാരഗ്രാഫുകൾ എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തൊട്ടടുത്ത ക്ലാസ്സിൽ പുതിയ കാര്യവുമായി നമുക്ക് കണ്ടുമുട്ടും വരെ സബ്കോ മേരാ നമസ്കാർ.